എന്തൊക്കെ ചെയ്താലാണ് വളരെ പെട്ടെന്ന് തന്നെ സെർവിക്സ് ഓപ്പണായി നോർമൽ ഡെലിവറി നടക്കുക എന്ന് നോക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി നമ്മളെ മൈൻഡ് സെറ്റാക്കുക എന്നൊരു കാര്യമാണ് പ്രധാനം. നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആണെങ്കിൽ മാത്രമേ നോർമൽ ഡെലിവറി സാധ്യമാവുകയുള്ളൂ. അല്ലാതെ തന്നെ തുടക്കത്തിൽ തന്നെ സിസേറിയൻ മതി എന്നുള്ളൊരു മൈൻഡിലിരിക്കുന്ന ആളാണെങ്കിൽ ഒടുവിൽ നോർമൽ ഡെലിവറിയിലേക്ക് എത്തുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇനി പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് അഡ്മിറ്റ് ആവണം, സെർവിക്സ് 2 സെൻറ്റിമീറ്റർ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, പെയിനായിട്ട് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അഡ്മിറ്റ് ആക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വേഗം തന്നെ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വീട്ടിൽ നിന്നും ഇനി ഹോസ്പിറ്റലിൽ എത്തിയാലും ചെയ്യാൻ പറ്റിയ എക്സസൈസുകളാണ് പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അതുപോലെ തന്നെ നടക്കുക, ഇതൊക്കെ തന്നെയാണ് സ്ക്വാട്ടിങ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് നോർമൽ ഡെലിവറി എളുപ്പമാവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലാതെ ചിലരെങ്കിലും പറയാറുണ്ട് നെയ്യ് കഴിക്കാം, അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ പപ്പായ കഴിക്കാം. ഇതൊന്നും എല്ലാവരുടെ കേസിലും ഇതെല്ലാം ഒരേപോലെ വരണമെന്നില്ല. ഓരോരുത്തരുടെ പ്രഗ്നൻസി ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെ ശരീരവും ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ചായിരിക്കും നമുക്ക് നോർമൽ ഡെലിവറി ഉണ്ടാവുക. മാക്സിമം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിലെ രക്തയോട്ടം ഉണ്ടാവുകയും അതുവഴി വേഗം തന്നെ നോർമൽ ഡെലിവറി നടക്കാനും കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരാനും സഹായിക്കുന്നു. സെർവിക്സ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പം 3-4 ദിവസം എടുത്തേക്കാം. അതുമല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് നോർമൽ ഡെലിവറി നടക്കും. ഇടയ്ക്കിടെ നടുവേദനയൊക്കെ വന്ന് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഉടനെ തന്നെ ഡെലിവറി പെയിൻ സ്റ്റാർട്ടാവാൻ പോവുകയാണെന്ന്. മെയിനായിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഡെലിവറി സാധ്യമല്ല. സെർവിക്സ് ഓപ്പൺ ആവണമെങ്കിൽ നമ്മുടെ മസിലുകളെല്ലാം നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കണം. ചെറിയ രീതിയിലൊക്കെയുള്ള പെയിൻ തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ നടക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നടക്കുക. സഹായത്തിന് ഒരാളെ കൂടി വിളിക്കാവുന്നതാണ്. ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇനി എക്സസൈസ് ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കരുത്. ഹോസ്പിറ്റലിൽ എത്തിയാലും ചെറിയ രീതിയിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും നടക്കുകയും ഒക്കെ ചെയ്യുക. ഇതുവഴി സെർവിക്സ് മുഴുവനായിട്ടും ഓപ്പൺ ആവാൻ സഹായിക്കുന്നതാണ്. സെർവിക്സ് ഓപ്പൺ ആവാൻ എത്ര നേരം എടുക്കുന്നോ അത്രയും നേരം നമ്മൾ വെറുതെ വേദന സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് കാരണമാണ് നമ്മൾ ചെറിയ രീതിയിലുള്ള പതുക്കെ എക്സസൈസുകളൊക്കെ ചെയ്യാമെന്ന് പറയുന്നത്. ഇനി വീട്ടിൽ വെച്ചാണ് പെയിൻ വരുന്നത്, വാട്ടർ ബ്രേക്കായി എന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കരുത്, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. ചിലർക്കെങ്കിലും പേടിയാണ് എക്സസൈസ് ചെയ്യാനും നടക്കാനുമൊക്കെ. എന്നാൽ 37 ആഴ്ച ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് പൂർണ്ണമായിട്ടും വളർന്നു കഴിഞ്ഞു എന്നാണ്. അതിനുശേഷം നിങ്ങൾ എത്ര എക്സസൈസ് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എത്ര എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റെപ്പ് കയറി ഇറങ്ങിക്കഴിഞ്ഞാലും നടന്നു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതുവഴി നിങ്ങളുടെ ഡെലിവറി ഒന്ന് സ്പീഡപ്പ് ആകും. ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും പരമാവധി നേഴ്സുമാരും ഡോക്ടർമാരും നമ്മളോട് പറയുന്നത് നല്ല രീതിയിൽ നടക്കാനും സ്റ്റെപ്പ് കയറി ഇറങ്ങാനും ഒക്കെയാണ്. ഇത് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ നടക്കും തോറും കുഞ്ഞിൻ്റെ ഹെഡ് ഡൗൺ ആവുകയും കുഞ്ഞിൻ്റെ തല ഗർഭാശയ മുഖത്ത് ചെന്ന് പ്രഷർ കൊടുക്കുകയും ചെയ്യും. ഇതുവഴി സെർവിക്സ് ഓപ്പൺ ആകാൻ സഹായിക്കുന്നതാണ്. ഇനി സ്ക്വാട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനലിലൊക്കെ പിടിച്ചുകൊണ്ട് സ്ക്വാട്ടിംഗ് ചെയ്യാവുന്നതാണ്. ഇരുന്നിട്ട് വേഗം എണീക്കുമ്പോൾ ബാലൻസ് കിട്ടാതെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് കാരണം ജനലിൽ മാത്രം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളുടെ സഹായത്തോടു കൂടിയെങ്കിലും നമ്മൾ സ്ക്വാട്ടിംഗ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി നമ്മൾ സ്ക്വാട്ടിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ജനലിലല്ല നമ്മൾ ഫുള്ളായിട്ട് തൂങ്ങിക്കിടക്കണം. നമ്മുടെ ശരീരത്ത് തന്നെയാണ് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് സെർവിക്സ് ഓപ്പൺ ആയി കുഞ്ഞ് വേഗം പുറത്ത് വരികയും ഡെലിവറി നടക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം ഡെലിവറി നടക്കാൻ വേണ്ടി മടിച്ചിരിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.